നമസ്കാരം. നടക്കില്ലെന്ന് 1000 വട്ടം മനസ്സിൽ കുറിച്ചിടുന്ന ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഒരു നെടുവീർപ്പോടെ മാത്രം ഓർക്കുന്ന നടക്കാത്ത സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളുടെ കാവൽക്കാരാകാൻ കാലം ചിലരെ കാത്തുവയ്ക്കും. വേദനിപ്പിക്കുന്ന വിധിയുടെ കടംവെട്ടിൽ കൂടിയായിരിക്കും ആ ആഗ്രഹ സാഫല്യങ്ങൾ. കോട്ടയം കറുകച്ചാൽ സ്വദേശി സ്റ്റെഫി തോമസ് എന്ന പെൺകുട്ടിക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയ ക്യാൻസറിന്റെ വേരുകൾ ആ സ്വപ്നങ്ങളിൽ പലതിനെയും കരിച്ചു കളഞ്ഞു. വിധി ക്യാൻസറിലൂടെ തിരുത്തിയെഴുതിയ അവളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളിൽ പലതും പാതി വഴിക്ക് വഴുതിപ്പോയി. പക്ഷെ വേദനിപ്പിച്ചും കരയിപ്പിച്ചും അടുത്ത വിധി ഒരു വട്ടം മനോഹരമായ നിമിഷങ്ങളും പുഞ്ചിരിയും നൽകി അവളോട് പ്രായച്ചിത്തം ചെയ്തു. കല്യാണപ്പെണ്ണായി അണിഞ്ഞൊരുങ്ങാനുള്ള സ്വപ്നങ്ങൾ ഹൃദയത്തിൻ്റെ കോണിൽ പണ്ടേ കുഴിച്ചു മൂടിയതാണ്. പക്ഷേ ആ സ്വപ്നങ്ങളെ കുറച്ചു നേരത്തേക്കെങ്കിലും തിരികെ കൊടുക്കാനായതാണ് ബിനുവെന്ന ഫോട്ടോഗ്രാഫറുടെ നന്മ നിറഞ്ഞ വലിയ നിയോഗം. മാലാഖ തോൽക്കും ഗൗണും അതിനേക്കാൾ തിളക്കമുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരിയും അണിഞ്ഞ് അവൾ ക്യാമറയ്ക്ക് മുൻപിലെത്തി. ആ ആഗ്രഹ സബലീകരണത്തിൻ്റെ കഥ പറയുകയാണ് സ്റ്റെഫി തോമസ്. ചില സ്വപ്നങ്ങൾ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ലെന്ന സിനിമാ ഡയലോഗില്ലേ, എൻ്റെ കാര്യത്തിൽ അത് ഏറെക്കുറെ ശരിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആഗ്രഹം നടക്കില്ലല്ലോ. വേദനകളെ മായ്ക്കുന്ന ചിരിയോടെ സ്റ്റെഫി പറഞ്ഞു തുടങ്ങി. 2020 എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഫോട്ടോ പിടിക്കാനെത്തിയത് ബിനു ചേട്ടനെ കാണുന്നത്. അന്ന് വൈറലായി ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത വലിയ പുള്ളിയായിരുന്നു അദ്ദേഹം. ക്യാൻസർ കുസൃതി കാട്ടി എൻ്റെ മുടി ഇഴകളൊക്കെ പോയ സമയമായിരുന്നു അത്. അന്ന് വിഗ്ഗൊക്കെ വെച്ചാണ് ഞാൻ കല്യാണത്തിനെത്തിയത്. ശരിക്കും പറഞ്ഞാൽ വിഗ് വെച്ച് ഒരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ പരിപാടിക്ക് എന്നെ കിട്ടാത്തതാണ്. പക്ഷേ അന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞങ്ങനെ ഒരു പരീക്ഷണം നടത്തി എന്നാലാകും വിധം അണിഞ്ഞൊരുങ്ങിച്ചെന്നു. എന്നെ കണ്ടതും ഫോട്ടോഗ്രാഫറായ ബിനു ചേട്ടന് കാര്യം മനസ്സിലായി. എൻ്റെ നെറ്റിയും വിഗും തമ്മിൽ ബന്ധമില്ലെന്ന് കണ്ടപ്പോൾ കക്ഷി എന്നോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഇത് വിഗാണല്ലേ? ഞാൻ അതേ ചേട്ടാ എന്ന് മറുപടി പറഞ്ഞു. തലയിലെ മുടി ക്യാൻസർ കൊണ്ടുപോയതാണെന്നറിഞ്ഞപ്പോൾ കക്ഷിക്ക് എൻ്റെ കഥ അറിയണമെന്നായി. തിരക്കൊക്കെ ഒഴിഞ്ഞ നേരം ആ കല്യാണ സദസ്സിൽ നിന്ന് മാറി എന്നോട് ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞു. എൻ്റെ കഥ കേട്ടതും ഫോട്ടോഗ്രാഫർ ഒറ്റ കരച്ച്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം എൻ്റെ കസിനെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ മേടിച്ചു. വിളിച്ച് പരിചയം പുതുക്കിയ ശേഷം ഒരു ഫോട്ടോഷൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അന്ന് കീമോയും ചികിത്സയും ഒക്കെയായി തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ അത് നടന്നില്ല. പക്ഷേ കക്ഷി വിട്ടില്ല. 2023 അലാം വെച്ചതുപോലെ ഓർമ്മിച്ച് എന്നെ തേടി ഒരിക്കൽ കൂടി ബിനുചേട്ടൻ്റെ വിളി വന്നു. ഞാനും ഒക്കെയായിരുന്നു. അങ്ങനെയാണ് ഈ ഫോട്ടോഷൂട്ട് സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ബിനുചേട്ടൻ തന്നെയാണ് മുൻകൈ എടുത്തു ചെയ്തത്. ഞാൻ കണ്ടിട്ട് കുടിയില്ലാത്ത ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീസ് അൻസാരിയെ ഫോട്ടോഷൂട്ടിനായി കൊണ്ടുവന്നു. ഈ ഊഹത്തിന് അളവ് മനസ്സിൽ കുടിച്ചിട്ട് മനോഹരമായൊരു ഗൗൺ അണിയിച്ചൊരുക്കി. എല്ലാത്തിലും ഒടുവിൽ ഞാൻ മണവാട്ടിയായ നിമിഷം. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യമല്ലേ സംഭവിച്ചിരിക്കുന്നത്. മണവാട്ടിയുടെ കോസ്റ്റ്യൂമൊക്കെ അണിഞ്ഞപ്പോഴേ കല്യാണം കഴിക്കാൻ തോന്നുന്നുവെന്ന് ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു. ഗൗണൊക്കെ ഇട്ട് സുന്ദരിയായി ഞാൻ അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടപ്പോൾ എൻ്റെ മമ്മയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എന്നെയും കണ്ണ് നിറഞ്ഞു. വിവാഹം പടിവാതിക്കൽ വരെ എത്തി തെന്നി മാളിപ്പോയൊരു പൂർവ്വകാല വിധി കൂടിയുണ്ട് എൻ്റെ കഥയിൽ. ക്യാൻസറിൻ്റെ ആദ്യ വരവിലായിരുന്നു ആ ആലോചന നടന്നത്. എല്ലാം ഭേദമാകുമെന്ന് കരുതി. പക്ഷെ ക്യാൻസറിനെ വിട്ടുപോകാനില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് വീണ്ടും വന്നു. അതോടെ ഞാനായിട്ട് ഒരാളെ റിസ്കിലേക്ക് ക്ഷണിക്കേണ്ട എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. അതിനിപ്പോയെന്നാ, ഞാൻ ഹാപ്പിയല്ലേ? ചിരിയോടെ സ്റ്റെഫിയുടെ വാക്കുകൾ. യൂട്രസ് റിമൂവ് ചെയ്തു. അമ്മയാകാൻ കഴിയാത്ത തൻ്റെ സ്വപ്നങ്ങളിൽ ഒരു വിവാഹമില്ല. പക്ഷെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. 2 വട്ടമാണ് ക്യാൻസറിനെ അതിജീവിച്ചത്. സ്റ്റെഫിയുടെ കരൾപ്പിടയും അതിജീവനം ഏവർക്കും ഒരു ഉത്തേജനമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.